നമസ്കാരം. AI യുഗത്തിലെ യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് റഷ്യയും യുക്രൈനും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ അതിലും വലിയൊരു ഭീകരമായൊരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയതായിരുന്നു. ഭാഗ്യം കൊണ്ട് ആ തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെ യുദ്ധരീതികൾ അത് പണ്ടുണ്ടായിരുന്ന യുദ്ധങ്ങളെ പോലെ ആയിരുന്നില്ല. നമുക്കറിയാം ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധമൊക്കെ എങ്ങനെയായിരുന്നുവെന്ന്. അന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് പട്ടാളക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് നേരിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ആ തരത്തിലുള്ള വലിയ ആൾക്കൂട്ടങ്ങളുള്ള പട്ടാളക്കാരെ വെച്ച് ഒരു രാജ്യത്തിന് വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. കാരണം ആളുകളുടെ എണ്ണം കൊണ്ടൊന്നും കാര്യമില്ല. ഒരു വലിയ പട്ടാളത്തിന് ചെറിയ നല്ല പരിശീലനം കിട്ടിയ കുറച്ച് ആളുകൾക്ക് മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായമുണ്ടെങ്കിൽ പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്തെ യുദ്ധമെല്ലാം ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് മികച്ച സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങൾ, മികച്ച ആയുധങ്ങൾ കയ്യിലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ ശത്രു സൈന്യങ്ങളെ അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ നന്നായി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഉപഗ്രഹങ്ങളുള്ള രാജ്യങ്ങൾ, ഇവർക്കൊക്കെയാണ് വിജയസാധ്യത കൂടുതൽ. രക്തവും മാംസവുമുള്ള മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് പല പല വികാരങ്ങളും അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും ഒക്കെയുണ്ട്. അവർക്ക് വിശപ്പുണ്ടാവും, ദാഹമുണ്ടാവും, ക്ഷീണമുണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് ആ രാജ്യത്തിൻ്റെ വിജയവും നിലനിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം വലിയ ആളുകളെ കൊണ്ട് ചെന്നിട്ട് ഒരു യുദ്ധം വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമുക്കൊരു വലിയ രാജ്യത്തിന് ഒരു ചെറിയ രാജ്യത്തിന് നിസ്സാരമായി തോൽപ്പിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് മികച്ച സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈബർ ടീമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിന് വലിയൊരു രാജ്യത്തെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമല്ല. ഒരു രാജ്യത്തിൻ്റെ എനർജി സോഴ്സുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് സപ്ലൈകൾ, അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ, എയർലൈൻ സംവിധാനങ്ങൾ, പിന്നെ വലിയ വ്യവസായങ്ങൾ, രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, ഇതിനെയൊക്കെ ആക്രമിച്ച് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പെട്ടെന്ന് തന്നെ ശത്രു സൈന്യത്തിന് കീഴ്പ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ സാങ്കേതിക വിദ്യകൾ നശിപ്പിച്ച് കളയുക, അതുപോലെ തന്നെ പോലീസും പട്ടാളവും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ സിസ്റ്റം എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് ഒരിക്കലും വിജയിച്ച് കയറി വരാൻ എളുപ്പമല്ല ഇന്നത്തെ കാലത്ത്. നമ്മൾ ഈ എക്സാമ്പിൾ ഇവിടെ കണ്ടതാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന്. നമ്മൾ പ്രിസൈസായിട്ട് പല ലൊക്കേഷനുകളിൽ ആക്രമിച്ച് അവരുടെ സാങ്കേതിക വിദ്യകളും അവരുടെ കരുത്തുള്ള പ്ലെയിനുകളും മറ്റ് അങ്ങനെയുള്ള രീതിയിലാണ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. അവിടെ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുകയായിരുന്നില്ല ചെയ്തത്. പ്രിസൈസായ ടാർഗറ്റഡായ അറ്റാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ പെട്ടെന്നൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് വരികയും യുദ്ധം പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമൊക്കെ വന്നത്. നമുക്കറിയാം അവരുടെ ഡ്രോണുകൾ ഒരുപാട് നമ്മുടെ രാജ്യത്തോട്ട് വന്നതും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അതിനെ പ്രതിരോധിച്ചതും എല്ലാം നമ്മൾ ടി വിയിലൂടെ ലൈവായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇനിയുള്ള യുദ്ധങ്ങൾ അതിർത്തിയിൽ പട്ടാളക്കാർ തമ്മിലായിരിക്കില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടായിരിക്കും യുദ്ധം ചെയ്യുക. അവിടെ മികച്ച സാങ്കേതിക വിദ്യയുള്ള മികച്ച കഴിവുള്ള രാജ്യമായിരിക്കും വിജയിക്കുക. അവിടെ ആൾബലമോ വികാരങ്ങൾ കൊണ്ടോ ഒന്നും മറ്റു രാജ്യത്തിന് വിജയിച്ച് വരാൻ കഴിയില്ല. നമ്മുടെ ISROയും നമ്മുടെ ഡിഫൻസ് സിസ്റ്റവും മറ്റ് എല്ലാ കാര്യങ്ങളും ഒരുപാട് നാളുകൊണ്ട് റിസർച്ച് ചെയ്ത് വികസിപ്പിച്ചെടുത്ത കഴിവിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഒരു വിജയം പെട്ടെന്ന് കിട്ടിയത്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി സങ്കല്പിച്ച് നോക്കുക. അതായത് രണ്ട് ഡ്രോണുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതായത് ഒരു ഡ്രോൺ സെൽഫ് കൺട്രോൾഡായ AI സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രോണും അപ്പുറത്ത് മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഒരു ഡ്രോണും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഏത് ഡ്രോണിനായിരിക്കും വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ? തീർച്ചയായും സെൽഫ് കൺട്രോൾഡായ ഡ്രോണായിരിക്കും വിജയിക്കുക. കാരണം അതിന് പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് അതിന് മുന്നോട്ട് പോകാൻ കഴിയും. അതേസമയം മറ്റേ ഡ്രോണിന് ദൂരെയുള്ള ഒരു പട്ടാളക്കാരൻ്റെ കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സെൽഫ് കൺട്രോൾഡായ ഡ്രോൺ മറ്റേതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അതായത് AI സിസ്റ്റങ്ങളൊക്കെയാണ് ഇനി ഉള്ള യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ സൈനിക മേധാവികൾ
യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് ഇതുപോലുള്ള AI അൽഗോരിതങ്ങളെ ആയിരിക്കും. അവർക്കായിരിക്കും മികച്ച തീരുമാനങ്ങളും മികച്ച സ്ട്രാറ്റജിയും ഒക്കെ പറഞ്ഞു തരാൻ കഴിയുക. കാരണം ഇതുവരെയുള്ള യുദ്ധങ്ങളുടെ ചരിത്രം, ഇപ്പോഴുള്ള ഡാറ്റ, മറ്റ് രാജ്യത്തിൻ്റെ ഡാറ്റ, അതെല്ലാം അവരുടെ കയ്യിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പട്ടാളക്കാരനൊരു തീരുമാനമെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇതുപോലുള്ള AI അൽഗോരിതങ്ങളായിരിക്കും. ഇനിയുള്ള കാലങ്ങളിൽ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് AI അൽഗോരിതങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിരിക്കും. അതിൻ്റെ അകത്ത് മികച്ച അൽഗോരിതം ഏതാണോ അതായിരിക്കും നിലനിൽക്കുകയുള്ളൂ. പ്രകൃതിയുടെ നിയമം അതാണ്, മികച്ചത് മാത്രമാണ് അതിജീവിക്കുകയുള്ളൂ. അപ്പോൾ അൽഗോരിതങ്ങളും അതുപോലെ തന്നെയാണ്, തമ്മിൽ യുദ്ധം ചെയ്യുകയും അതിൻ്റെ അകത്ത് മികച്ചത് അതിജീവിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമല്ല. കാരണം മനുഷ്യൻ്റെ പ്രാധാന്യം അത് എല്ലാ മേഖലകളിലും AI കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു.